നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പലപ്പോഴും പരിഹാസ കഥാപാത്രമായി മാറുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മറ്റു ഭാഷകളിൽ സംസാരിക്കുന്ന നേതാക്കന്മാരുടെ പ്രസംഗം മലയാളത്തിലേക്ക് പകർത്തി അല്ലെങ്കിൽ പ്രസംഗ പരിഭാഷണം ചെയ്യുന്ന ആളുകളാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയ സമയത്തും ഇതേ സ്ഥിതിഗതികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രിക്ക് പരിഭാഷണം ചെയ്യാൻ വന്ന ആൾ അദ്ദേഹം പറഞ്ഞത് അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതോടുകൂടെ ഈ ഒരു പരിഭാഷണം, അതായത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എതിരെ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി തന്നെ ഈ പറയുന്ന പരിഭാഷണത്തിൽ വലിയ വ്യക്തത വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി അതിൽ ഇടപെട്ട് തമാശ രൂപേണ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ ചർച്ചകളും വിമർശനങ്ങളും ഉണ്ടാകാനുള്ള കാരണമായി മാറിയിരിക്കുന്നത്. പരിഭാഷകൻ പറഞ്ഞത് പരിഭാഷകന് മനസ്സിലായിട്ടില്ല എങ്കിലും നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിൽ പൊട്ടിച്ചിരിക്കുകയും തിരുത്തുകയും ചെയ്തതൊക്കെയാണ് എന്തായാലും ഇതൊരു ഹാസ്യമായി മാറാനുള്ള കാരണം. ഇത് കേട്ട് വേദി ഒന്നടങ്കം മോദിക്കൊപ്പം പൊട്ടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഇപ്പോഴിതാ ഈ വിഷയം വീണ്ടും ആളിക്കത്തി സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പ്രധാനമന്ത്രിയുടെ പരിഭാഷകനെ ചൊല്ലിയിട്ടാണ് ഈ ഒരു വിവാദവും ട്രോളുകളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത്. പരിഭാഷ അത് ഉചിതമല്ലായിരുന്നു എന്നും പരിഭാഷകനെ നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാർ ആയിരുന്നു എന്നുമൊക്കെയാണ് ഈ ഒരു വിഷയം ചർച്ചയായി തുടങ്ങിയതോടെ BJPയുടെ ആരോപണം. പരിഭാഷയെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ ഉയരുമ്പോഴാണ് BJPയുടെ ഒരു പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ സമുന്നത നേതാവായ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ശശി തരൂരും ഇവിടെയുണ്ടല്ലോ. ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതേ ഇന്ത്യ സഖ്യ അലയൻസിലെ പലർക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിന് സിവിൽ ഏവിയേഷൻ മേഖലയിൽ വലിയ വികസനം നടക്കുന്നു എന്നായിരുന്നു പരിഭാഷകൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഭാഷകൻ പറഞ്ഞത് പരിഭാഷകന് മനസ്സിലായിട്ടില്ല എങ്കിലും നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി പറയുകയും അവിടെ നിന്ന് ഒരു തിരുത്തൽ നടത്തുകയും ഒക്കെ ചെയ്തു. ഇതാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്ത് ഈ ഒരു ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വിഷയം കൂടെ വലിയ രീതിയിൽ കൗതുകമെന്നോണം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. വലിയ രീതിയിൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഈ പരിഹാസത്തിന് കാരണം പരിഹാസ്യനായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറാണ്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന സമയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ വേദിയിലെത്തുകയും അവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അണികൾ അവർക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് വലിയ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചതുകൂടെ ആയതോടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ വൈറലാകുകയും വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം ലഭിച്ചതിലാണ് പരിഹാസത്തോടെ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സദസ്സിലാണ് ഇരിപ്പിടം ലഭിച്ചത് എന്നും മന്ത്രി KN ബാലഗോപാൽ, MV ഗോവിന്ദൻ, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല എന്നിവർക്കൊപ്പമുള്ള സെൽഫിയുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായിട്ടുള്ള VN വാസവൻ, GR അനിൽ, സജി ചെറിയൻ എന്നിവരൊക്കെ വേദിയിലാണ് ഇടം പിടിച്ചത്. ഞങ്ങൾ സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിലും. റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഇതിനൊപ്പം ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഈ ഒരു വിമർശനപരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിന് ശേഷം ഈ വിഷയത്തിൽ കോൺഗ്രസ് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹാസവുമായിട്ട് രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ വലിയ ചർച്ചയായി. നിങ്ങളുടെ സർക്കാരിന്റെ 4ാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നതായിരുന്നു രാഹുലിന്റെ പരിഹാസം. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഒന്നടക്കം ഞെട്ടിച്ച മികച്ച സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പോർട്ട് ഉദ്ഘാടനം എന്ന രീതിയിൽ ഏറ്റവും വലിയ പോർട്ട് എന്ന സവിശേഷത ഒക്കെ അപ്പുറത്തേക്ക് വിഴിഞ്ഞ മറ്റൊരു വിഷയത്തിലേക്ക്, മറ്റൊരു അന്താരാഷ്ട്ര പോർട്ട് ഉദ്ഘാടനം എന്നതിനൊക്കെ മാറിക്കൊണ്ട് രാഷ്ട്രീയ ഒളിയമ്പുകളുടെ വലിയ ഒരു വേദിയെ മാറിയിരിക്കുകയാണ് ഇന്നത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര പോർട്ട് ഉദ്ഘാടനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുന്ന ചടങ്ങെന്നാണ് രാഹുൽ ഗാന്ധിയെ ഉന്നമിട്ടുകൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹാസ രൂപേണ പ്രസംഗങ്ങൾ നടത്തിയത്. ആ പ്രസംഗവും വലിയ രീതിയിൽ ശ്രദ്ധയാകുന്നുണ്ട്.
ചെലവിന്റെ ഏറിയ പങ്കും വഹിച്ചത് സംസ്ഥാനമെന്നും ഇടത് സർക്കാരിന്റെ ആശയമെന്നുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും അവകാശപ്പെടുന്നു. തുറമുഖത്തിന്റെ ശില്പി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറഞ്ഞ മന്ത്രി VN വാസവൻ കാലം കരുതി വെച്ച കർമ്മയോഗിയാണ് എന്നും പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതും വലിയ രീതിയിലുള്ള ട്രോളുകൾക്ക് കാരണമാകുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന തർക്കമാണ് ഈ കമ്മീഷനിംഗ് വേദിയിലും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ ഇത്തരം വേദികളിൽ കക്ഷി രാഷ്ട്രീയം പറയാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ പതിവ് വിട്ടാണ് ഇന്ന് ഇന്ത്യ സഖ്യത്തെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ പരോക്ഷമായിട്ട് പരിഹസിച്ചത് എന്നുള്ള ഒരു അഭിപ്രായവും പൊതുവെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ കരുത്തുള്ള നേതാവാണല്ലോ. ശശി തരൂരും ഈ വേദിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെയും ഉറക്കം കെടുത്തും. ഇതായിരുന്നു രാഹുൽ ഗാന്ധിയെ ഉന്നമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ. നർമ്മം കലർന്ന ഈ പ്രയോഗം പരിഭാഷകനെയും കുഴക്കിയിരുന്നു. പിന്നാലെ ഇത് വിവർത്തനം തെറ്റുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് പിന്നീട് ട്രോളായിട്ടും രാഷ്ട്രീയ ആരോപണവുമായിട്ടൊക്കെ മാറിയത്. പരിഭാഷ ഉചിതമല്ല എന്നും പരിഭാഷകനെ നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാരാണെന്നും BJP സംസ്ഥാന സെക്രട്ടറി S. സുരേഷ് പ്രതികരിച്ചത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് വിഴിഞ്ഞം പദ്ധതിയുടെ ചെലവിന്റെ കണക്ക് നിരത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത്. ചെലവിന്റെ ഭൂരിഭാഗവും വഹിച്ചത് സംസ്ഥാനമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടത് സർക്കാരിന്റെ ആലോചനയാണ് വിഴിഞ്ഞമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതും നേടി വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് എന്നതൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ. അദാനിയെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ച് സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ പ്രസംഗം ആരംഭിച്ചത്. സ്വകാര്യ നിക്ഷേപ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വാഗതം ചെയ്യുന്നതും അദാനിയെ പാർട്ട്ണർ എന്ന് വിളിച്ചതുമൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും അല്ലെങ്കിൽ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വേദിയായിട്ടാണ് ഇന്നത്തെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം നടന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമുക്ക് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അതായത് കേരളത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ലോകത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമാകുന്ന ഒരു പദ്ധതിയാണ്. രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനത്തിന് വലിയൊരു ഏട് തന്നെയാകുന്നൊരു പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നത്. പദ്ധതിയെക്കുറിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലാണ് ഇത്. ഈ ഒരു പദ്ധതി, അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ രാജ്യത്തിന് ലഭിക്കാൻ പോകുന്നത് ഏകദേശം 1856.11 കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. വരുമാനം തിരിച്ചുപിടിക്കുക മാത്രമല്ല ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്താനും ഈ ലോജിസ്റ്റിക്സ് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെ വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനൊക്കെ ഈ വിഴിഞ്ഞം സാധ്യമാക്കി നൽകും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിലുള്ളത്. 8000-ലധികം കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി വെള്ളിയാഴ്ചയാണ് പ്രധാനമന്ത്രി, അതായത് ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. തുറമുഖത്തെ കിലോമീറ്റർ വരെ അകലത്തിൽ 18 മുതൽ 20 മീറ്റർ വരെ ആഴമുള്ളതാണ് ഇതെന്നതാണ് പ്രത്യേകത. മദർഷിപ്പുകൾ അടുപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട തുറമുഖമാണ് വിഴിഞ്ഞം എന്നുള്ളതാണ്. ഈ മാസം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ പാരിസ്ഥിതിക സൗഹൃദ കണ്ടെയ്നർ കപ്പലായ തുർക്കിയെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടതൊക്കെ വലിയ നേട്ടമായിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ച ചെയ്തതാണ്. 400 മീറ്റർ നീളവും 60 മീറ്റർ വീതിയും 33 മീറ്റർ ആഴവുമുള്ള കപ്പലാണ് MSC തുർക്കി. അതിനെയാണ് വിഴിഞ്ഞം സ്വീകരിച്ചത്. 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയും 34 മീറ്റർ ആഴവുമുള്ള കപ്പലാണ് തുർക്കി. 24,300-ലധികം TEU ആണ് ഇതിന്റെ സംഭരണ ശേഷി. നിലവിൽ ഇന്ത്യയിലേക്കുള്ള സമുദ്ര ചരക്കുകളുടെ ഏകദേശം 75% സിംഗപ്പൂർ, കൊളംബോ, ദുബായ് പോലുള്ള വിദേശ തുറമുഖങ്ങളിലാണ് ട്രാൻസ്ഷിപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് ചരക്ക് മാറ്റിയാണ് ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേക സാമ്പത്തിക മേഖലയുടെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏക ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി മാറുകയാണ് എന്നതാണ് സവിശേഷത. കിഴക്ക് പടിഞ്ഞാറ് കപ്പൽ ചാനലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം എന്നതും അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. വിഴിഞ്ഞം തുറമുഖം വരുന്നതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും ഒരു കണ്ടെയ്നറിൽ നിന്ന് $80 മുതൽ $100 വരെ അധിക ചിലവ് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകളുടെ 75% നേരത്തെ വിദേശ തുറമുഖങ്ങൾ വഴിയാണ് വഴിതിരിച്ചു വിട്ടിരുന്നത്. ഇത് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് വർദ്ധിച്ച ചെലവുണ്ടാക്കിയിരുന്നു. ഈ ഒരു അവസരങ്ങളൊക്കെ
മാറ്റി വലിയ ലാഭം കൊയ്യാൻ വിഴിഞ്ഞം തുറമുഖം വഴി സാധ്യമാകും എന്നുള്ളതാണ്. അതേസമയം ഈ ഒരു പദ്ധതി വന്നതോടുകൂടെ തന്നെ വലിയ രീതിയിലുള്ള യാത്രക്കാരെ വരാനുള്ള സാധ്യതയുണ്ട്. അതുവഴി കേരളത്തിന്റെ ടൂറിസ്റ്റ് മേഖലയിൽ വലിയ ലാഭമുണ്ടാക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് കേരളത്തിന്റെ വലിയൊരു അഭിമാന നിമിഷം തന്നെയാണ്. ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ പറയുന്ന രാഷ്ട്രീയ പരിഹാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയത്ത് വലിയ രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു വിഴിഞ്ഞം പദ്ധതിക്ക് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള പ്രാധാന്യവും, പക്ഷേ അതിനെക്കുറിച്ച് ഒരു സൂചന പോലും നൽകാതിരുന്ന ഇടത് സർക്കാരിൻ്റെ നയങ്ങളും ഒക്കെ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. തികച്ചും കേരളത്തിന് അഭിമാനകരമാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഇന്ന് വിഴിഞ്ഞം സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിനായിട്ട് വിഴിഞ്ഞം പോർട്ട് നൽകിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കൂടുതൽ വലിയ പദ്ധതികൾ കേരളത്തിൽ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് ഓരോ മന്ത്രിമാരും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്.